മുത്തശ്ശി ഉറങ്ങാണോ അതോ സ്വപ്നം കാണുകയാണോ? ഇവിടെ നടന്ന സ്വപ്നം വല്ലതും മുത്തശ്ശി ഉറക്കത്തിൽ കണ്ടോ? അവരെല്ലാം പോയോ? പോയി. എന്നാലും നീ എന്നോട് ഇക്കാര്യം പറഞ്ഞില്ല. അയ്യോ, കണ്ണു നിറയുന്നോ? സന്തോഷം കൊണ്ടാണോ അതോ സങ്കടം കൊണ്ടാണോ? പോടാ പോടാ. ഞാൻ പറഞ്ഞിട്ടില്ലേ മോനെ നിനക്ക് രാജയോഗമാണെന്ന്? എന്റെ മുത്തശ്ശി, എന്റെ യോഗമൊക്കെ മുത്തശ്ശിയുടെ അനുഗ്രഹമാണ്. കേട്ടോ ഡോക്ടറെ, ഇവളെന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ? കളിപ്പാട്ടം പോലൊരു ഭർത്താവിനെ വേണമെന്ന്. ഏതായാലും നല്ല മനസ്സുള്ള കളിപ്പാട്ടത്തിന് തന്നെ കിട്ടി. എന്താ മോളെ? ഒന്നും വേണ്ടെന്ന്. എന്തു പറ്റി? കഴിക്കാൻ തോന്നുന്നില്ല. ആ ഫ്രൂട്ട്സ് എങ്കിലും എടുത്ത് കഴിക്കും മോളെ. വേണ്ടച്ചാ. മോക്ക് വേണ്ടെങ്കിൽ കഴിക്കണ്ട. എന്തിനാ നിർബന്ധിക്കുന്നത്? അതെ. ഗുഡ് നൈറ്റ്. സ്വീറ്റ് ഡ്രീംസ്. ഇതൊരു കൊട്ടാരമാണല്ലോ മോനെ. സംശയമെന്ത്? രാജാവ് കൊട്ടാരത്തിലല്ലേ താമസിക്കേണ്ടത്? മുത്തശ്ശിയാണ് ഇവിടുത്തെ അമ്മ മഹാറാണി. മുത്തശ്ശി ഉത്തരവിട്ടാൽ രാജാവ് വേണുഗോപാൽജി യുദ്ധത്തിന് പോകും ആരുമായിട്ടും. വെൽക്കം ടു കിങ്സ് അടുക്കള. കമോൺ കമോൺ. ഇവിടെ നിന്നും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഇത് നിന്റെ വീട്ടിലുള്ളതുപോലുള്ള തല്ലിപ്പൊളി മണ്ണെണ്ണ സ്റ്റൗ അല്ല. ഇതാണ് ഗ്യാസ് സ്റ്റൗ. എന്ന് വെച്ചാൽ ഗ്യാസ് കൊണ്ട് എരിയുന്ന സ്റ്റൗ എന്നർത്ഥം. ഇത് സ്റ്റൗ, ഇത് ഗ്യാസ് കുറ്റി. ഈ ഗ്യാസ് കുറ്റി ഒരു ചെറിയ ട്യൂബ് മൂലം ഈ സ്റ്റൗവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇത് കത്തിക്കാൻ തീപ്പട്ടിയോ ചൂട്ടോ ഒന്നും വേണ്ട. അതിനാണ് ഗ്യാസ് ലൈറ്റർ. ഇത് കത്തിക്കുന്നതിന് മുമ്പ് ഈ കിടുതാപ്പ് ഇങ്ങോട്ട് തിരിക്കുക. എന്നിട്ട് അടുക്കള ഭഗവതിയെ മനസ്സിൽ ധ്യാനിച്ച് കത്തിക്കുക. അടുക്കള ഭഗവതി. എന്ത് നല്ല തീ. ഹലോ, മുണച്ചോണ്ട് എങ്ങോട്ടാ? ഇതൊക്കെ പൊക്കി പിടിച്ചോണ്ട് ഇങ്ങോട്ട് വരെ ആര് പറഞ്ഞു? ഈ വിറക് കഷ്ണമൊക്കെ അടുക്കള ഭാഗത്ത് ഇട്ടേച്ച് അകത്തോട്ട് കയറിയാ മതി. വിറക് കഷ്ണം ഇതോ? ഇത് വീടിനുള്ളിൽ വെക്കാനുള്ളതാ. ഇങ്ങനത്തെ വീടാവുമ്പോ 1-2 ഐറ്റം സോൾ ഓഫ് കേരള അവിടെ ഇവിടെ ഒക്കെ വെക്കലാണ് അതിന്റെ ഒരു സ്റ്റൈല് അല്ലേ വേണ്ടത്? ഇവനൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. उन्हीं मेरा दोस्त तू किधर गया? आलम्बना, हमारे उद्यान पर वो बेंच है ना, वहाँ बैठकर फूल और पत्थर के साथ हवा काटे हैं। उस समय दोनों जंगल वेर के साथ आया था. अच्छा अच्छा अच्छा. അല്ലെ ഈ കുപ്പായപ്പോ ഇതിനു വേണ്ടി തുന്നിയതാ? കേട്ടില്ലേ ദിലീപ് കുമാറെ? കുപ്പായം ചൊറിയില്ലേ നിനക്ക് ഇതിട്ടിട്ട്? चुरचिल ഇവന് വട്ടായി. നിനക്കും? उन्हीं मेरा दोस्त. हाँ जी. ये हमारा दरबार है. इस दरबार में आने वाला दिखो. अंदर आना मना है. ആന മനെ തന്നെ ഇരിക്കട്ടെ. നീ പോയി കുറച്ച് മണല് വെച്ചിട്ടൂടെ? അല്ല മോനെ കുട്ടപ്പ, ഇവിടെ ഇവിടെ ബാറ് ഈ സ്മോള് വെള്ളം വേറെ. ദാ ഈ പെയിന്റിങ്ങൾ നിന്റെ മുറിയിൽ എവിടെയെങ്കിലും വെക്കാം. ഇത് സെക്കുലാർ പോവർട്ടി, ഇത് സെക്ഷൽ പോവർട്ടി. मेरा दोस्त, ഈ രണ്ട് ചിത്രങ്ങളും ഈ ദർബാർ ഹാളിന്റെ ദോണ്ടാ മൂല കൊണ്ട് കളഞ്ഞേര്. എന്റെ പെയിന്റിങ്ങൾ മൂലയിൽ കളയാൻ മാത്രം നീ വളർന്നിട്ടില്ലടാ. സ്മൈലി മേരാ ദോസ്ത്. 2 കൊട വാങ്ങണം. എന്തിന്? ഇത് ചോരുന്ന കൊട്ടാരമല്ല. അതിനല്ല, നിനക്കൊക്കെ അർദ്ധരാത്രി പിടിക്കാൻ ആൽപ്പന്മാർ. ഇവന്മാരെ രണ്ടുപേരെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് ഡൈനിങ് റൂമിൽ കൊണ്ട് സാമ്പാറും ചോറും കൊടുത്തു വിട്ടേര്. പാവം. അപ്പൊ എന്റെ ഈ കല തേങ്ങാ കൊല ബലമെന്ന് കഴിക്കണം. പോ പോ വാ. എന്താ നാഴി അവലും പൊതിഞ്ഞ് ശ്രീകൃഷ്ണ ഭഗവാനെ കാണാൻ പോയ കുചേലൻ തിരിച്ച് സ്വന്തം വീട്ടിന്റെ മുമ്പിൽ വന്ന് അന്തം വിട്ട് നിന്ന പോലല്ലേ ഇപ്പൊ ചിറ്റപ്പൻ നിൽക്കുന്നത്? ഇത് നമ്മുടെ വീട് തന്നെയാണ് ചിറ്റപ്പ. ധൈര്യമായിട്ട് അകത്ത് പോണം. മുത്തശ്ശി, കരണകുചേലൻ വന്നിരിക്കുന്നു. എടാ ശ്രീകര, എന്റെ മോനവിടെ വേണു. എന്റെ പോക്കറ്റിലുണ്ട്, എടുത്തോണ്ട് പോണം. കൺഗ്രാചുലേഷൻസ്. അല്ല, ഇപ്പം അങ്ങോട്ട് പോകേണ്ട വലിയ പ്രശ്നമോ? എങ്ങോട്ടും പോകാൻ ഒരിടം എനിക്കില്ലല്ലോ. നമുക്ക് ഉദ്യാനത്തിൽ ഓടി കളിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ്.
മുത്തശ്ശിയുടെ കയ്യിൽ ഈ ദോശ തിന്ന് 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 ഹോ, മുത്തശ്ശി അങ്ങ് വൈകുണ്ഠത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തോ ചെയ്യും? നിനക്ക് മുത്തശ്ശിയുടെ കൈ കൊണ്ട് ദോശ തിന്നണമെന്ന് തോന്നുമ്പം ആ. മുത്തശ്ശിന്ന് വിളിച്ചാ മതി. മുത്തശ്ശി ദോശയുമായിട്ട് നിന്റെ അടുത്ത് കാണും. അപ്പൊ അവിടുന്ന് ചുട്ടോണ്ട് വരുമോ? തണുത്തൂല്ല അമ്മ മഹാറാണി. വേണു ആ ചിറ്റപ്പ വരണം, ഇരിക്കണം. കരുണ എന്താ അമ്മേ? കണ്ടോടാ ഇതെല്ലാം. മഹാഭാഗ്യം. ഉം. ഇതൊന്നും കാണാൻ ചേട്ടില്ലാതെ പോയല്ലോ മോനെ. ആ വേണു, നമ്മുടെ ശ്രീകുമാരിയെ പയ്യന്റെ വീട്ടുകാർക്ക് നന്നായി പിടിച്ചു. നല്ല ജാതക പൊരുത്തം. കാശിത്തിരി കൂടിയാലും നല്ല പയ്യനാ. നമുക്കിതങ്ങ് തീരുമാനിച്ചാലോ? തീരുമാനിച്ചോളൂ. 2 കല്യാണവും ഒരുമിച്ച് നടത്തണം അല്ലേ മുത്തശ്ശി? അതെ. ഞാൻ പറയുന്നേക്ക്. അതെ ഞാൻ പറയുന്ന കേട്ടപ്പോ സ്ഥലവും ഇത്ര ശരി. ചേട്ടൻ പറയുന്ന കേക്കണം. ഇന്നൊന്ന് പറയാൻ പറഞ്ഞാ മതി. കേട്ടോ മീനു, ഫ്രെഡിയെങ്കിൽ വന്ന് എന്നോട് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു എനിക്കൊരു കളിപ്പാട്ടം പോലെ ഒരു ഭർത്താവിനെ വേണം. അയ്യോ, ഇത് തന്നെ തരൂ. ശരിക്കും ഒരു കളിപ്പാട്ടം. കൂടെ കൂടെ തീ കൊടുത്ത് വിടണമെന്നേ ഉള്ളൂ കളിപ്പാട്ട ചേട്ടന്. അയ്യോ, കളിപ്പാട്ട ചേട്ടൻ വിളിക്കാൻ കൊള്ളാം. ഹലോ, കളിപ്പാട്ട ചേട്ടനാണോ? അതെ, താങ്കൾ ആരാണ്? ഞാൻ സരോ വില്ലയിലെ സരോ ആണ്. ഓ, ഇന്ന് സരവും രാത്രിയല്ലേ? അതെല്ലോ. എന്നാൽ അങ്ങനെ ആവട്ടെ. കിടന്നുറങ്ങിക്കോളൂ. ഓൾ ദി ബെസ്റ്റ്. അയ്യോ. അയ്യോ, കിടന്നുറങ്ങിക്കോളാൻ പറഞ്ഞില്ലേ? അത്രേ പറ്റുള്ളൂ. അയ്യോ, ഇല്ല അത്രേ പറ്റുള്ളൂ. കിടന്നുറങ്ങിക്കോളൂ. ഞാൻ പാടാം. ആരീരോ സരോമോ ഹരീരോ കളിപ്പാട്ട ചേട്ടൻ ചേർത്താരീരോ. വേണു എങ്ങനെയുണ്ട് അപ്പച്ചി? ഒന്നുമില്ല, ഷീസ് ഫൈൻ. നല്ല ഉറക്ക. നിങ്ങൾ ആരും നിൽക്കണമെന്നില്ല. ഞാനും മീനാക്ഷി ഉണ്ടല്ലോ ഇവിടെ. ഇവിടെ കിടത്തേണ്ട കാര്യമുണ്ടോ? ഏതായാലും വന്നതല്ലേ, കംപ്ലീറ്റ് ചെക്കപ്പ് നടത്തിയേക്കാം. അതെ, അതാ നല്ലത്. സരോ, എന്നെ കളിപ്പിക്കുകയാണോ നീ? നമ്മുടെ മോൾക്ക് ഒന്നുമില്ലായിരിക്കും, എന്നാലും എന്നെ ഒന്ന് സമാധാനിപ്പിച്ചുകൂടെ നിനക്ക്? നിന്റെ പാവം കളിപ്പാട്ടമല്ലേ ഞാൻ? നിന്റെ മനസ്സുപോലെ നിന്നോടൊപ്പം സഞ്ചരിച്ച കളിപ്പാട്ടം. മോളെ മോളെ, ആ എന്തൊരു ഉറക്കം ഇത്? ദേ കാപ്പ് പിടിച്ചിട്ട് കിടക്ക്. ഉണത്താനുള്ള വേല എനിക്കറിയാം. ദേ കാപ്പ് കുടിക്കേ. വീട്ടിലെങ്ങനെയാ മോള്? പല്ല് തേച്ചിട്ടാണോ കാപ്പ് കുടിക്കുന്നത്, അതോ പല്ല് തേക്കാതെയാണോ, അതോ അങ്ങനെ ഒരു സ്വഭാവമേ ഇല്ലേ? ഞാൻ അറിഞ്ഞില്ല, ഉറങ്ങിപ്പോയി. ഞാൻ ഇന്നലെ വന്ന് നോക്കിയപ്പോ മോള് സുഖമായിട്ട് കിടന്നുറങ്ങുന്നു. പിന്നെ ഉണത്തണ്ടെന്ന് കരുതി ദൂ അവിടെ കിടന്ന് ഞാനും ഉറങ്ങിപ്പോയി. കാപ്പിക്ക് പഞ്ചാര കുറവാണോ അതോ കുറച്ചുകൂടെ ഉപ്പ് വേണോ? ചിരിക്കാതെ കാപ്പ് കുടിക്കേ. പഞ്ചാര മതിയോ? കേട്ടോ ഏട്ടാ, ഉം. ഇന്നലെ അമ്മ എന്നോട് പറഞ്ഞു ആ. രാമായണവും ഭാഗവതവും ഒക്കെ വായിക്കുന്ന മുത്തശ്ശിയുള്ള വീടാണ്. നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് പൂജാമുറി വിളക്കൊക്കെ കത്തിക്കണം. ചേട്ടൻ ഉണർന്ന് നോക്കുമ്പോ കാപ്പിയായിട്ട് ഞാൻ മുമ്പിൽ വന്ന് നിൽക്കണം. ചേട്ടന്റെ കാല് തൊട്ട് വന്നിച്ചിട്ടേ ദിവസം തുടങ്ങാവൂ. ഓ, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്തത്. അയ്യേ, അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ച കിടന്ന് ഉറങ്ങിപ്പോയി. അതുകൊണ്ട് കുഴപ്പമില്ല, ഞാൻ കാപ്പി കൊണ്ട് തന്നല്ലേ ഉള്ളൂ. ഇതേ ഇപ്പൊ കുളിച്ച് ശുദ്ധമാക്കിയ കാലാണ്. കാലാണെന്ന് വിചാരിച്ച് ഈ കൈ തൊട്ട് വീഴും. ഭഗവാനെ, ഗുരുവായൂരപ്പ. ഗുഡ് മോർണിംഗ് മിസ്സസ് കേദാരൻ കുട്ടപ്പൻ നായർ. വാമോളെ, എന്നാ എത്ര നേരമായി ഇതും കൈ വെച്ചോണ്ടിരിക്കുക? പൊന്നുമോക്ക് തരാൻ മുത്തശ്ശിയിൽ ഒന്നുമില്ലല്ലോ. ദേ ഈ ദോശപ്രസാദം കൊടുത്താൽ മതി. ദോശപ്രസാദോ? ആ, മുത്തശ്ശിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആഹാരമാണ് ദോശ. എന്നും എനിക്കുള്ള പതിവ് കോട്ടയ. ഇത് വെറും ദോശയല്ല, ഇതിൽ മുത്തശ്ശിയുടെ അനുഗ്രഹമുണ്ട്, പ്രാർത്ഥനയുണ്ട്, സംഗീതമുണ്ട്, കുറച്ച് മുൻകോപമുണ്ട്. ഇത് കണ്ടോ, ഇതാണ് മുൻകോപം. ആ. നിർത്ത്. എനിക്ക് കേക്കണ്ട. പറയാ, നീ ഡീറ്റെയിൽ ആയിട്ട് പറയണം. ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നത്. ചിലതൊക്കെ നീ അമുക്കുന്നുണ്ട്. പാലെടുത്ത് കുടിച്ച ഒരു ഒബ്ജക്ഷൻ ഒന്നുമില്ലല്ലോ? ഇല്ല. ആ, പാലെടുത്ത് കുടിച്ചു. ആ പാലെടുത്ത് നീ എന്നല്ലേ മുഴുവൻ കുടിച്ചേ? എന്നിട്ട് സിനിമയിൽ പാതി കുടിച്ച് അലറി പൊളിച്ച് പാട്ടാണല്ലോ. സിനിമയിൽ അങ്ങനെ ആയിരിക്കും. പാതി കുടിച്ചിട്ടാ ഞാൻ എടുത്ത് കുടിച്ചെന്ന് പറഞ്ഞില്ലേ? തന്നെ പറഞ്ഞോണ്ടിരിക്കാൻ എനിക്ക് പറ്റൂല. പറഞ്ഞു തീർക്ക്. ആ പറ കൂട്ടം പറ. പാല് കുടിച്ചിട്ട് പാലെടുത്ത് കുടിച്ചിട്ട് ഒരു കട്ടിലിന്റെ അപ്പുറം ഇപ്പുറം ഞങ്ങളിരുന്നു. ആ. അപ്പൊ അവക്കൊരു നാണം. ഉണ്ടാവും. ഒരു മുല്ലപ്പൂ എടുത്ത് മണപ്പിച്ചു ആര്? അവള്. ആ. അപ്പൊ ഞാൻ ഒരു മുല്ലപ്പൂ എടുത്ത് മണപ്പിച്ചു. ആ. എന്നിട്ട് ആ മുല്ലപ്പൂ ഞാൻ എടുത്ത് ഒറ്റയേറ്. അപ്പൊ അവളൊരു ശരി. മിണ്ടാതിരിക്കടാ, വകതിരിവില്ലാത്തവൻ. വേണു പറയൂ. എന്നിട്ട് ഞാൻ കട്ടിലോട്ട് ഇങ്ങനെ കിടന്നു. ആ. അപ്പൊ അവള് ഈ ഒരു സൈഡിൽ ഇങ്ങനെ കൈകുത്തി കിടക്കായിരുന്നു. ആ.
അപ്പൊ ഞാൻ എന്റെ കൈ കൊണ്ട് അവളുടെ കയ്യിലൊന്ന് പതുക്കെ തൊട്ടു. പിന്നെ ഒക്കെ മനസ്സിലായി. എന്നിട്ട് എന്തുണ്ടായി? എന്തുവാടോ ഇത് പെണ്ണുങ്ങൾ കിന്നാരം ചോദിക്കുന്നുവല്ലേ? എന്നിട്ട് എന്തുണ്ടായിരുന്നു? സോൾ ഓഫ് കേരള. പോടോ വേണു, പോന്നു പഠിക്കുന്ന ഹോട്ടലിൽ ഇറക്കി വിട്. മാറടോ. അല്ല വേണു, അത് പറഞ്ഞു തീർന്നില്ല. അളിയ, ആർ യു ഹാപ്പി? ഡെഫിനറ്റ്ലി ഐ ആം. ആഡംബരങ്ങളുടെ സ്വപ്ന ലോകത്തിൽ അല്ല, മുല്ലപ്പൂ വിധാനിച്ച മുല്ലപ്പൂ പോലെ ചിരിക്കുന്ന എന്റെ സരോയും ഞാനും മാത്രമുള്ള ഒരു സ്വപ്ന ലോകത്തിൽ. എത്ര നല്ല കുട്ടിയാ എന്റെ സരോ എന്നറിയോ? മുല്ലപ്പൂവിന്റെ മണമാണ് അവളുടെ സ്നേഹത്തിന് പോലും. മൊത്തത്തിൽ ഒരു മുല്ലപ്പൂ മയം. എന്നെ പോലെ വഴിയേരിയിൽ നിന്നൊരു കാട്ടുപൂവിന് ഇങ്ങനെ ഒരു മുല്ലപ്പൂവിനെ കിട്ടിയത് ഭാഗ്യമല്ലേ അളിയ? ഞാൻ പറയുന്നോണ്ട് മറ്റൊന്നും തോന്നരുത്. സരോയുമായി നീ എത്ര അടുത്താലും സത്യം ഒരു ഡയറി കുറിപ്പ് പോലെ എഴുതിയിട്ടേക്കണം നിന്റെ മനസ്സിൽ. നീ പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം. ഞാൻ ഈ സ്വപ്ന ലോകത്തിൽ ഇങ്ങനെ സഞ്ചരിച്ചോട്ടെ പ്ലീസ്. ഗുഡ് മോർണിംഗ് രഞ്ജി. തമ്പി, 10 മിനിറ്റ് ലേറ്റ് ആയെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. ചെല്ലേ, ഞാൻ നിങ്ങളെ മെനക്കെടുന്നില്ല. വിശ്രമ വേളകൾ കഴിയുന്ന ആനന്ദരായിക്കോ. ആരെങ്കിലും ഭരിക്കാൻ വന്നാൽ എന്നോട് പറഞ്ഞാൽ മതി. എന്താണ് മിസ്റ്റർ ജോബ് ഒന്നും ഇല്ലാതെ കറങ്ങി നടക്കുന്നത്? എനിക്ക് നിങ്ങളോട് ഒരു പിണക്കമില്ല കേട്ടോ. താങ്ക് യു സർ. വേണു അസലായിരിക്കുന്നു. നമുക്ക് വേണുവിന്റെ ഒരു കച്ചേരി നടത്തണം. അതെ വേണം. അല്ല, ഞാൻ ആലോചിക്കായിരുന്നു, വായിക്കേണ്ട സദസ്സി വായിച്ചപ്പം സഭാഷ നമ്മാവനും കച്ചേരി നടത്തണമെന്ന് ഡോക്ടർ അപ്പച്ചിയും. ഇതേ സാധനം ചിറ്റപ്പന്റെ മൃദംഗം പോലും ഇല്ലാതെ ജോലി സ്ഥലത്ത് വായിച്ചപ്പോ സസ്പെൻഷൻ. ഞാനിന്ന് പോയിരുന്നു അമ്മാവ ഫാക്ടറിയില്, ചുമ്മാ എല്ലാരെയും ഒന്ന് കാണാൻ. നന്നായി, ഞാൻ അറിഞ്ഞു. അങ്ങോട്ട് പറയണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. ഫാക്ടറി കാര്യങ്ങളൊക്കെ ഇനി വേണുവിന്റെ ഒരു മേൽനോട്ടം വേണം. അതിനുവേണ്ടി അറേഞ്ച്മെന്റ്സ് ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അല്ല, എനിക്ക് നേരെ മറിച്ചാ പറയാനുള്ളത്. ഇവന്റെ എല്ലാ പോക്കുകളിലും മേനോദ്യത്തിന്റെ കണ്ണ് വേണം. എനിക്ക് എപ്പോഴും നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ എനിക്കൊരു അവകാശമില്ലേ? അച്ഛൻ ഫാക്ടറി നോക്കാൻ ചേട്ടനെ ഏൽപ്പിക്കുന്നു, ചിറ്റപ്പൻ ചേട്ടനെ നോക്കാൻ അച്ഛനെ ഏൽപ്പിക്കുന്നു. എന്റെ ഹസ്ബൻഡാ. ദേ ചേട്ടാ, ചേട്ടൻ എന്നോട് ചോദിക്കാതെ എന്തെങ്കിലും ചെയ്താലുണ്ടല്ലോ, ചേട്ടനെ ഞാൻ പിച്ചി കീറി അള്ളി മോന്തി. ഞാൻ ഇറങ്ങട്ടെ ചേട്ടാ. രഞ്ജി ഇങ്ങോട്ട് കാണാനേ ഇല്ലല്ലോ കല്യാണി. ഓ, അവന്റെ വീട് ക്ലബ്ബാ ചേച്ചി. പാതിരാത്രിക്ക് കയറി വരും, എന്തെങ്കിലും കഴിച്ചൊന്ന് വരുത്തിട്ട് കടന്നൊരോർക്കും. പറ്റമോടെ? അപ്പച്ചി പോയിച്ചോ. എപ്പോഴാ രണ്ടുപേരും കൂടെ അങ്ങോട്ട്? ചിക്കനും സൂപ്പും ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് അപ്പച്ചി വിളിച്ചാൽ മതി, ഞങ്ങൾ ഒന്ന് കഴിച്ചിട്ട് വരാം. ചിക്കനും സൂപ്പും തിന്നാൻ അങ്ങോട്ട് വരണ്ട. അവിടെ വരികയാണെങ്കിൽ ഒരു ദിവസം എന്റെ കൂടെ താമസിക്കണം. ഓ, അത് നടന്നത് തന്നെ. ഇപ്പൊ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. അതിനിടയ്ക്ക് അവിടെ അമ്മ ഒറ്റയ്ക്കല്ലേ, മുത്തശ്ശി ഒറ്റയ്ക്കല്ലേ എന്ന് പറഞ്ഞോണ്ടിരിക്കുവാ. വലിയ ഉപകാരം. എന്തൊരു മഹാനുഭാവലു. എന്താണിത് മഹാനുഭാവലു? ഇത് അന്യായമാണ് അമ്മാവ. മെയിൻ പാർട്ടിക്ക് തരാതെ പക്കമേളത്തിന് മാത്രം റേറ്റോ? റേറ്റ് ഒന്നും അല്ലടാ എന്റെ വേണു, ഇതൊരു ചെറിയ ലോൺ. ലോൺ എടുക്കാൻ എന്താ റിസർവ് ബാങ്കോ? കുഴപ്പമില്ല വേണു. കുഴപ്പമുണ്ട്. പണമിടപാട് കാര്യത്തിൽ മാത്രം എന്റെ കർണൻ ചിറ്റപ്പനോട് ഒരു കർണയും കാണിക്കരുത് അമ്മാവ. ഇത് എത്രയുണ്ട്? 10,000. അയ്യോ, അതെന്താ കുറഞ്ഞു പോയത്? കമത്തുമ്പോഴൊക്കെ ഒരു ലാക്കായിട്ട് കമത്തണ്ടേ? ഒരു അത്യാവശ്യമല്ലേ? ഒരു അത്യാവശ്യത്തിനല്ല അമ്മാവ, വട്ടിപ്പലിശയ്ക്ക് കൊടുക്കാനാ. ചിറ്റപ്പ നിറക്കൊടമാ അമ്മാവൻ. അതെ, തുളമ്പില്ല. അതെ അതെ, കമഴ്ത്തരുത്. ഒരു പരുവത്തിനൊക്കെ നിന്നാ വല്ലപ്പോഴും ഇതുപോലെയൊക്കെ വല്ലതും കിട്ടും. ഡി ഒക്കെ കിട്ടിയല്ലോ, തൽക്കാലം ഇത് മതി. ഒരു 100 രൂപ കൂടി. അമ്മാവ. ആ മോനെ, നമ്മുടെ മീനാക്ഷിക്ക് നല്ലൊരു ആലോചന. മേനോദ്യോഗത്തിന്റെ സ്റ്റാറ്റസിന് പറ്റിയ ആലോചനയാ. IAS അച്ഛൻ, അല്ല IAS അച്ഛന്റെ IAS മോൻ. നല്ല പൊസിഷനാ. അതേ പൊസിഷനിൽ IAS അച്ഛനും മകനും ഒക്കെ ഇരുന്നോട്ടെ. ആലോചിക്കട്ടെ വേണു. വേണ്ടമ്മാവ, ഇവിടുത്തെ കാശ് കണ്ടുകൊണ്ട് വരുന്ന ആലോചന ശരിയാകത്തില്ല. ഇവിടുത്തെ കാശെന്ന് പറയല്ലേ വേണു, വേണുവിന്റെ കാശ്. മീനാക്ഷിക്ക് ഒരു ആലോചന വരുമ്പോ പയ്യൻ കാശ് ചോദിക്കും, നമ്മൾ കൊടുക്കണം. നല്ലൊരു ബന്ധം കിട്ടാൻ അതൊക്കെ വേണ്ടി വരും. ഒരു IAS എഞ്ചിനീയറോ ഡോക്ടറോ ഒക്കെ വേണുവിന്റെ അളിയനായി കിട്ടുന്നത് നല്ലതല്ലേ? അതെ, IAS ഡോക്ടറോ ആലോചിക്കാം. എന്താ മക്കളെ, മീനാക്ഷിയെ കാണാനില്ല. കാലത്തെ അമ്പലത്തിൽ പോയത് ഒറ്റയ്ക്കാ പോയത്. പ്രായപൂർത്തിയായ ഒരു പെണ്ണെ ഒറ്റയ്ക്ക് അമ്പലത്തിലേക്ക് അയക്കാൻ അമ്മയ്ക്ക് എങ്ങനെ മനസ്സ് വന്നു? ഞാൻ
ഞാൻ അമ്പലത്തിൽ പോയി നോക്കി, നട അടച്ചു. നടയടച്ചോ? ആരോട് ചോദിച്ചിട്ട് അവളെ ഒറ്റയ്ക്ക് അയച്ചെന്ന്? ഞാൻ ഇനി എന്താ? എവിടെ പോയി അന്വേഷിക്കും? അമ്മ പറ. എന്ത് പറ്റി വേണു? മീനാക്ഷിയെ കാണുന്നില്ല അമ്മ. കാലത്ത് അമ്പലത്തിൽ പോയതാ. വല്ല ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോയായിരിക്കും. വരും കാർത്തി. വേണു മേഘത്തേക്ക് വിളിച്ചോണ്ടു. വന്നോട്ടെ. പരിഭ്രമിക്കാൻ ഒന്നുമില്ല വേണു. ആരൊക്കെയാ അവളുടെ ഫ്രണ്ട്? അവക്ക് എങ്ങനെ ഫ്രണ്ട്സ് ഒന്നും ഇല്ല അമ്മാവ.